ഹായ് മക്കളെ, സൈലം 2024-25 അക്കാഡമിക് വർഷത്തെ ആദ്യത്തെ GIB എക്സാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 20-നും 21-നുമാണ് നമ്മുടെ GIB എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ JEE പോലൊരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ GIBകൾ എഴുതേണ്ടതുണ്ടോ എന്നൊരു സംശയത്തിലേക്ക് നിങ്ങളിൽ പലരും ഉണ്ടാകാം. കാരണം അത്രയും സമയം ഞങ്ങൾ ഇരുന്ന് പഠിച്ചാൽ പോരെ, ഇപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് പോയി. കാരണം നമ്മുടെ GIBകളെല്ലാം CBT ആണ്, അല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ്. കാരണം ഒറിജിനൽ JEE മെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അതിനു മുമ്പ് ഈ എല്ലാ മാസവും നടക്കുന്ന മോക്ക് ടെസ്റ്റുകളിലൂടെ JEE എന്താണെന്നും എങ്ങനെയായിരിക്കുമെന്നും ആ ഒരു എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സൈലം നടത്തുന്ന മോക്ക് എക്സാമാണ്, മോഡൽ എക്സാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GIB എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം ശരിക്കും നമ്മൾ എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയം മുഴുവൻ വേസ്റ്റ് അല്ലേ, ആ സമയം കൂടി ഇരുന്നാൽ പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടാവും, കുറേ മക്കളുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് ശരിക്കും വന്നിട്ടുള്ളത്. മക്കളെ, നമ്മൾ എഴുതാൻ പോകുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ കുട്ടികളോട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് നമ്മൾ പോയിരിക്കുമ്പോൾ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയ പരീക്ഷയാണ്. ആദ്യമായി നിങ്ങൾ JEE മെയിൻ്റെ എക്സാം ഹാളിലേക്ക് കയറി ചെന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, ആശങ്കകൾ, ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയും ആ ചുറ്റുപാടുകളെ നിങ്ങൾക്കൊന്ന് പരിചിതമാക്കുന്നതിന് വേണ്ടിയുമാണ് സൈലം ശരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി തന്നെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരു സ്ഥാപനവും പ്രൊവൈഡ് ചെയ്യുന്നില്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ആയ മോക്ക് ടെസ്റ്റുകൾ JEE മെയിനിന്. സൈലം മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സമയം വെറുതെ കളയുന്നതല്ല, സത്യത്തിൽ ആ സമയം നിങ്ങളുടെ ഒറിജിനൽ JEE മെയിനിന് വേണ്ടിയുള്ള റിഹേഴ്സലാണ് ശരിക്കും GIBകൾ എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം. ഇനി സൈലമീൻസിന് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരമെങ്കിൽ അങ്ങനെയല്ല, സൈലമീൻസിനും നോൺ സൈലമീൻസിനും എഴുതാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും GIBകളൊക്കെ എഴുതി, എല്ലാ മാസവും വരാൻ പോകുന്ന GIBകളൊക്കെ എഴുതി 2025 JEE മെയിനിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.